നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുമ്പൊരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ മാളവിയെ കണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആദർശ് വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയം നയന ചോദിച്ചു, എന്തായി ആദർശേട്ട കാര്യങ്ങൾ? എന്തെങ്കിലും വിവരം കിട്ടിയോയെന്ന് ചോദിച്ചു. കാരണം മറിഞ്ഞിരിക്കുന്ന അജ്ഞാതനായ ആ ശത്രു ആരെന്നറിയാനായിട്ടായിരുന്നു നയനയ്ക്ക് ആകാംക്ഷ. ആ സമയത്ത് ആദർശ് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഏഹൻ ജ്വല്ലറിയുടെ പിന്നിൽ ഒരു ശത്രു ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അയാൾക്ക് നമ്മളെ നന്നായിട്ട് അറിയാവുന്ന, നമ്മുടെ കുടുംബമായിട്ട് എന്തോ ഒരു ബന്ധം ഉള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ശത്രുത വരാൻ പാടില്ല. അല്ല, മാളവിക അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. മാളവിക അങ്ങനെ പറഞ്ഞില്ല, പക്ഷേ ഡേവിഡ് ഉള്ള സംസാരം കേട്ടു. ഡേവിഡിൻ്റെ സംസാരം, അയാൾ ഭവ്യതയോടുകൂടി ആരോടോ സംസാരിക്കുന്ന കേട്ടു, സാറെന്നൊക്കെ വിളിച്ചിട്ട്. അപ്പോൾ അവൻ്റെ തലപ്പത്തും ആരോ ഒരാളുണ്ടെന്ന് പറഞ്ഞു. പിന്നെ മോഡേൺ ഹോട്ടലിൽ വെച്ച് അവർ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയാണ് അയാൾ വരാനുള്ള. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്യും ആദർശേട്ടാന്ന് ചോദിച്ചു. അതോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറഞ്ഞു. അല്ല, ആദർശേട്ടൻ അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ, ആദർശേട്ടൻ അറിയാവുന്ന ആളാണെങ്കിൽ നമ്മുടെ കള്ളത്തെ നമ്മൾ ഇങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ നടക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അയാൾ മനസ്സിലാക്കില്ലേന്ന് ചോദിച്ചു. അതിന് ഞാൻ വേഷം മാറിപ്പോവും, അത് നിനക്കറിയാമല്ലേ. എന്നാലും എൻ്റെ ഈ ഒറിജിനൽ വേഷത്തിൽ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, വേഷം മാറിപ്പോണം. ഇനി എന്നാണ് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയണം. അങ്ങനെ അയാൾ ആ ഹോട്ടലിലേക്ക് പോകുന്ന ദിവസം മാളവിക പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ മാളവിക്ക് അതിനെക്കുറിച്ച് വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അങ്ങോട്ട് പോകും. പിന്നെ സേവിയർ ഉണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട നയനെ. അധികം വൈകാതെ സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുമെന്ന എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. ഈ വിഷു വരെ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോട്ടെ, വിഷു കഴിഞ്ഞിട്ട് ഉറപ്പായിട്ടും നമുക്ക് സത്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞു. നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. നയന പറഞ്ഞു, അത് ശരിയാ, എനിക്ക് പേടിയൊന്നുമില്ല ആദർശേട്ടാ. പക്ഷെ ആദർശേട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴേ വിഷമമുള്ളൂ. പിന്നെ മുത്തശ്ശൻ്റെ കാര്യം ഓർത്തിട്ട് മുത്തശ്ശന് നല്ല സങ്കടത്തിലല്ലേ. കാരണം ഇതുവരെ ഉണ്ടാകാത്ത അനുഭവങ്ങളൊക്കെ അല്ലേ മൂർത്തിച്ചുള്ളവർ നടന്നുകൊണ്ടിരിക്കുന്നത്. പോരാത്തനും അഭിയാണെങ്കിലും നവ്യേച്ചയാണെങ്കിലും സ്വന്തം കുടുംബത്തെ തന്നെ താർക്കാനായിട്ട് ഇറങ്ങി നടക്കുമല്ലേ. പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് അവന്തിക നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. നാഗേന്ദ്രനെ കണ്ടു കഴിയുമ്പോഴത്തേനും അവന്തിക പൊട്ടിക്കരയാണ്. അപ്പോഴേക്കും നാഗേന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് അവന്തിക കാര്യം പറയണേ. അത് അന്ന് നവീനേട്ടൻ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്തിന്? അത് പിന്നെ നവീനേട്ടൻ്റെ മനസ്സിൽ വേറൊരു പെണ്ണുണ്ടെന്ന്. വേറൊരു പെണ്ണുണ്ടെന്നോ? അതെ, പക്ഷേ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് നവീനേട്ടൻ എന്നോട് ഇത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോഴാണ് അച്ഛൻ എന്നോട് പറയുന്നേ. ഞാൻ ആകെ തകർന്നു പോയെന്ന് പറഞ്ഞു. എത്ര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ കാത്തിരുന്നത്. നവീനേട്ടനെ കിട്ടുമെന്ന് പറഞ്ഞ ഭാഗ്യം എന്നല്ലേ അച്ഛൻ പറഞ്ഞേ. ഇപ്പോഴാണ്ടേ ആ ബന്ധം ഇല്ലാതായി പോയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, അല്ല, ആ മനസ്സിലുള്ള പെണ്ണാരാ എന്താന്നൊക്കെ നീ അറിഞ്ഞു എന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. ഏറെ പ്രതീക്ഷയോടുകൂടി ഞാൻ കാത്തിരുന്നല്ലേ. അത് കേട്ടപ്പോൾ നാഗേന്ദ്രൻ പറഞ്ഞു, എൻ്റെ മനസ്സിലും അങ്ങനെ തന്നെയായിരുന്നു. നവീനെപ്പോഴൊരു ചെറുപ്പക്കാരനെ നിന്റെ ഭർത്താവായി കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമൊന്നുമല്ല. പിന്നെ വക്കീലോടുമ്പോൾ അല്ലേ എപ്പോഴും നല്ലതാണ്. അവൻ നിന്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കതുകൊണ്ട് ഗുണവും ഉണ്ടാകത്തുള്ളൂ. അനന്തപുരിക്കാരെ തോൽപ്പിക്കാനായിട്ട് അവനൊരു തുറപ്പ് ചീട്ടും കൂടെ ആയിരുന്നു. പക്ഷേ അതാണ് ഇല്ലാതായിരിക്കുന്നത്. മോള് വിഷമിക്കൊന്നും വേണ്ട. എന്നാലും വെച്ചാൽ ഞാനിങ്ങനെ ആദ്യമായിട്ടാണ്. സാരമില്ല മോളെ, ഞാൻ നോക്കട്ടെ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കട്ടെ. അവൻ്റെ മനസ്സിൽ ഏതാ പെണ്ണുള്ളതെന്ന് ആദ്യം അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം, ബാക്കി പിന്നീട് നമുക്ക് തീരുമാനിക്കാം. മോള് വിഷമിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. വിധിച്ചിട്ടുള്ളതാണെങ്കിൽ മോൾക്ക് ഇത് തന്നെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയം നവീന് സന്തോഷമുണ്ടായിരുന്നു. അവന്തിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞല്ലോ. പിന്നീട് നവീന അനിയെ വിളിക്കുവാണ്. അനിയെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം. അനി, ഞാൻ അവളോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. ആരോട്? അവന്തിയോട്. എന്തു പറഞ്ഞു? അത് എൻ്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ടെന്നുള്ള കാര്യം. അല്ല, ആരാന്നോ മറ്റോ പറഞ്ഞു എന്ന് ചോദിച്ചു. ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. അതിനെക്കുറിച്ച് എങ്ങനെയാ പറയണേ? അതിനെക്കുറിച്ച് അവൾ അങ്ങനെ വ്യക്തമായിട്ട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനിയോർത്ത്, ദൈവമേ, ഇനി അങ്ങനെ നന്ദുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർന്നു. പക്ഷേ അതിനേക്കാളും ഉപരി ഈ ബന്ധം എങ്ങനെയും നടക്കുമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. അതില്ലാതായി. അപ്പോഴേക്കും അനി ചോദിച്ചു, അല്ല, അവന്തികേനും മറുപടി ഒന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു. അവൾക്ക് ഭയങ്കര വിഷമമായി കാണുമല്ലോ. അവൾക്ക് നല്ല സങ്കടമായിട്ടുണ്ട്. അവളത് പറയുകയും ചെയ്തു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ. എൻ്റെ മനസ്സിലൊരു പെൺകുട്ടിയെ വെച്ചുകൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ ബന്ധം ശാശ്വതമാകാൻ പോകുന്നില്ല. കാരണം അത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകെ വിള്ളലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവന്തിയെക്കുറിച്ച് അറിയാലോ, ഞാൻ ഒരിക്കലും അവളെ അങ്ങനെ കണ്ടിട്ടുമില്ല. എനിക്ക് അവളോട് അങ്ങനെ ഒരു പ്രണയമോ കാര്യങ്ങളോ ഒരിഷ്ടമോ ഒന്നും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ടെൻഷനായി. ഇവൻ പിന്നെയും തനിക്ക് കുരിശായിട്ട് വരുവാണല്ലോ എന്നൊരു ചിന്ത. ഇത്ര ദിവസം ഒരു സമാധാനം ഉണ്ടായിരുന്നു. അവന്തികയെ ഇവൻ്റെയും കൂടെ കല്യാണം നടക്കുവാണെങ്കിൽ താൻ രക്ഷപ്പെട്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പക്ഷെ ഇപ്പോഴാണ്ട് വീണ്ടും ആ മരാമത്ത് തലയിലേക്ക് വന്ന്
കയറിയിരിക്കുക. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ഇവനെ ഒന്ന് ഒഴിവാക്കി വിടും നന്ദുവിൻ്റെ ജീവിതത്തിലെന്ന്. അപ്പോഴേക്കും നവീൻ ചോദിച്ചു, നീ എന്താടോ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അനി അങ്ങോട്ട് കോള് കട്ട് ചെയ്തു. പിന്നീട് ഡേവിഡിനെ നാഗേന്ദ്രൻ വിളിക്കുന്നുണ്ട്. നാഗേന്ദ്രനെ വിളിച്ചിട്ട് സംസാരിക്കുകയാണ്. നവീനെക്കുറിച്ച് അവനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം. അവൻ്റെ മനസ്സിൽ ഏതോ ഒരു പെണ്ണുണ്ടെന്നാണ് പറഞ്ഞേ. എൻ്റെ മോള് മോഹിച്ചത് അവനെ. അപ്പോൾ അവനെ നഷ്ടപ്പെട്ടെന്നറിഞ്ഞ് കഴിയുമ്പോഴത്തേനും അവൾക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. സാർ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. അവൻ എൻ്റെ മോളുടെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ എൻ്റെ മോൾക്ക് നല്ലൊരു ജീവിതം കിട്ടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്ന. പക്ഷേങ്കിൽ അതുണ്ടായില്ല എന്ന് പറഞ്ഞു. എൻ്റെ മോള് കരയുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അതെത്ര വലിയ കാര്യമാണെങ്കിലും ഞാൻ സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കും. എൻ്റെ മോളങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, സാറ് വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. ഇനിയിപ്പോൾ പേടിക്കണ്ടല്ലോ അബിയുടെ കാര്യത്തിൽ. ഇത്രയും ദിവസം പേടിച്ച് പറിച്ചായിരുന്നിരുന്നേ എല്ലാവരുടെ മുന്നിൽ. ഇനിയിപ്പോൾ ആ ഒരു പേടി വേണ്ട. അബിയെ നവി ഒന്നും ചെയ്യത്തില്ലോ. അങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് ജലജ അങ്ങോട്ടേക്ക് വന്നു. ശൈലജ അങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് ദേവേനി അങ്ങോട്ടേക്ക് വന്നു. ദേവേനി വന്നിട്ട് പറഞ്ഞു, നീ സന്തോഷിച്ചോ, നിന്റെ സന്തോഷം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അബിയെക്കുറിച്ച് പറഞ്ഞിട്ട് നവി വിശ്വസിച്ചിട്ടില്ല. അതല്ലേ, എത്ര കാലം നിനക്ക് സന്തോഷിക്കാൻ പറ്റും? അധികം വൈകാതെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നൊരു ദിവസം വരും. അന്ന് നിന്റെ മോൻ്റെ കഷ്ടകാലമാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ജലജ പറഞ്ഞു, ഏട്ടത്തിയാലും ഞാനൊന്നും ചെയ്തില്ല, നീയൊന്നും ചെയ്യണ്ട. നീ നിന്റെ മോനുമല്ലേ എല്ലാത്തിനും കാരണക്കാര്. എന്നിട്ട് നീ ഒന്നും ചെയ്തിട്ടില്ല പോലും. നിനക്കൊക്കെ എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നടി? ആ ചന്തുമോളുടെ മുഖത്തേക്ക് നീ ഒന്ന് നോക്കിയോ? നിന്റെ മകൻ്റെ കുഞ്ഞല്ലേ. ഏതൊരു മുത്തശ്ശിയാണെങ്കിലും ശരി, ആ കുഞ്ഞിനെ ഒന്ന് സ്നേഹത്തോടെ വാരിയെടുത്ത് ഒരു ഉമ്മ കൊടുക്കുകയോ അല്ലെങ്കിൽ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നീ അത് ചെയ്തോ? ഇല്ല. അതെങ്ങനെയാ? നിനക്ക് നിന്റെ മക്കളോട് പോലും സ്നേഹമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എടുത്ത് ഇങ്ങനൊന്നും പറയരുത്, അവനൊരു തെറ്റ് ചെയ്തു, അതിൻ്റെ പേരിൽ ഇങ്ങനെ ക്രൂശിക്കരുതെന്ന് പറഞ്ഞു. മിണ്ടരുത് നീ. ഒരു തെറ്റ് എടീ, അവൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ മോനെ ഇപ്പം കിടന്ന് അനുഭവിക്കുന്നത് നിനക്കതിനെക്കുറിച്ച് അറിയത്തില്ലല്ലേ? ഞങ്ങൾ എത്രമാത്രം കിടന്ന് വേദനിക്കുന്നുണ്ടെന്ന് അറിയാവോ? ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനും മോളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിനക്കതൊക്കെ കണ്ടു കഴിയുമ്പോൾ സന്തോഷമായിരിക്കും. പക്ഷേ എനിക്കങ്ങനെയല്ല. എൻ്റെ മോൻ്റെ ജീവിതമാണ്. കൂടുതലൊന്നും ഞാൻ പറയണില്ല. കൂടുതൽ നീ നിൻ്റെ മോനും കിടന്ന് കളിച്ചിട്ടുണ്ടോ തെളിവുകൾ സഹിതം നബിയുടെ മുന്നിൽ കൊണ്ട് ഹാജരാക്കും. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നിനക്ക്. ഇനി അവളിപ്പം സന്തോഷിക്കട്ടെന്ന് കരുതി ഒന്നും പറയാതിരിക്കുന്നത്. കാരണം അവൾ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മോനെ വെറുതെ വെച്ചേക്കില്ല, തീർത്ത് കളയത്തുള്ളൂ. അറിയാലോ. അതുവരെ നീയൊക്കെ സന്തോഷമായിട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ട് കയറി പോവാണ്. ചില മനസ്സിൽ പറയാം, അവൾക്ക് അസൂയ. തൻ്റെ മോനെ ആ നവിയെന്ന് പറയുന്നവൾ തീർക്കുമായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായേനും. അതില്ല, അത് ചെയ്യാത്തതിൻ്റെ സന്തോഷം. കുറച്ച് നാളും കൂടെ അവളൊക്കെ സന്തോഷിക്കട്ടെ. തൻ്റെ മോനെ ജ്വല്ലറിക്ക് ഒന്ന് കയറിക്കോട്ടെ. അതോടുകൂടിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മൂർത്തി ജ്വല്ലറി അധികം വൈകാതെ തന്നെ തകർന്ന് തരിപ്പണമായി പോകും. ഇനി കളി കാണാൻ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ജലജ മനസ്സിൽ പറയുകയാണ്. ഈ സമയത്ത് ആദർശ മോഡേൺ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അവിടേക്ക് നാഗേന്ദ്രൻ അതായത് ശത്രു വരുന്നുണ്ടെന്ന കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അതാരാണെങ്കിലും കണ്ടെത്തണം. ഏത് ശത്രു ആണെങ്കിലും അയാളും അന്തപുരിത്ത കാര്യം തമ്മിലുള്ള ബന്ധം എന്താണ്, ശത്രുത എന്താണെന്ന് അറിഞ്ഞാൽ മതിയാവുള്ളൂ എന്നൊക്കെ കരുതി വേഷം മാറി പോകാനൊരുങ്ങുകയാണ്. അധികം വൈകാതെ എന്താണെങ്കിലും അതൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.